അപ്പോൾ ഒരു മരം മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എന്താ? ആ മരത്തിൻ്റെ കുറ്റി ഉണ്ടാവുള്ളൂ. കുറേ കാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആ തോലൊക്കെ അടർന്നു പോകും. കുറച്ചുകൂടി ദിവസം കഴിഞ്ഞാലോ അതിൻ്റെ ആ വെള്ള അടർന്നു പോകും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാലും കുറേ കാലം കഴിഞ്ഞാലും പിന്നുള്ള സാധനം പോകുമോ? കാതൽ എന്ന് നമ്മൾ പറയണ അതൊരിക്കലും അവിടെ നിന്ന് പോകില്ല, അതവിടെ തന്നെ ഉണ്ടാവും. ആ മരത്തിൻ്റെ ഗുണവും കരുത്തുമാണ് കാതൽ. അങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇങ്ങനൊരു കാതലുണ്ട്. മറ്റതൊക്കെ ചീഞ്ഞളിഞ്ഞു പോകും. നമ്മൾ വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്ന കുറേ സംഗതികളുണ്ട്, അതൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ കൂടെ എന്താണ് ഉണ്ടാവുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? 3 കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അന്ന് സ്വദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന നല്ല ദാനധർമ്മങ്ങൾ, നമ്മൾ സ്വകാര്യമായി കൊടുത്ത നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച സംഗതികൾ, അത് നമ്മുടെ കൂടെ ഉണ്ടാവും. ആരും അറിയണമെന്നോ അംഗീകരിക്കണമെന്നോ വലിയൊരു റെസിപ്റ്റ് കിട്ടണമെന്നൊന്നും ആഗ്രഹിച്ച് കൊടുത്തല്ല, നല്ല മനസ്സോടുകൂടി നല്ല സംതൃപ്തിയോടുകൂടി അല്ലാഹ് എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ കൂടെ ഉണ്ടാവും. രണ്ടാമതായി പറഞ്ഞ എന്താണ്? ഇൽമുൻ യുൻതഫഉ ബിഹി, നമ്മൾ നൽകിയിട്ടുള്ള നല്ല അറിവുകൾ നമ്മൾ പറയുകയോ എഴുതുകയോ മറ്റൊരാൾക്ക് സംസാരത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൈമാറിയ അറിവ് അത് പ്രസംഗിച്ചുകൊണ്ട് എഴുതുകൊണ്ടോ മാത്രമാണെന്നില്ല. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു നല്ല പുസ്തകം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ലഘുലേഖ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ, നല്ലൊരു CD അയാൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അയാൾ അതിലൂടെ നല്ലൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അയാളിലൂടെ വേറൊരാളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മളിലൂടെ എത്തിയ ഒരു നല്ല അറിവ് അത് നമ്മുടെ കൂടെ ഉണ്ടാവും. മൂന്നാമതായി അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എന്താണ്? വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ നല്ല കുട്ടികൾ എന്നാണ്. കുട്ടികളായാൽ മാത്രം പോരാ, സ്വാലിഹായ കുട്ടികൾ. നല്ല കുട്ടികളാവണമെന്ന് മാത്രമല്ല, അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരേത് അവസ്ഥയിലെത്തിയാലും, എവിടെ എത്ര വലിയ ആളുകളായിരുന്നാലും ആ വാപ്പക്കും ഉമ്മക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കണം. ആ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നവരായിരുന്നാലും അവർ ജീവിച്ചിരുന്നിട്ടില്ല, അവർ അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഈ മക്കൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ ഏത് വലിയ ദിക്കിലായിരുന്നാലും ആ ചെറിയ വീട്ടിൽ കിടന്നുറങ്ങുന്ന ചുക്കിച്ചുളിഞ്ഞ ആ വാപ്പയെയും ഉമ്മയെയും ഓർക്കുന്ന മക്കൾ, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. നമ്മൾക്ക് വേണ്ടി നമ്മളെ കുട്ടികൾ അങ്ങനെ പ്രാർത്ഥിക്കുമോ എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളാണോ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. നമ്മളെല്ലാവരും മക്കളാണല്ലോ. നമ്മുടെ ഉമ്മയും ഉപ്പയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തും കാതലും സമ്പത്തുമാണ്. അതിനോളം വലിയൊരു സമ്പത്ത് നമുക്ക് ഈ ജീവിതത്തിൽ കിട്ടാനില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ഏറ്റവും അധികം അധ്വാനിക്കേണ്ടത് ഉമ്മാക്ക് വേണ്ടിയാണെന്നാണ് അല്ലേ? അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും അധികം നമുക്ക് കൂറും കടപ്പാടുമുള്ളത് നമ്മുടെ ഉമ്മയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്ത് ഏറ്റവും അധികം ക്ഷീണിക്കേണ്ടത് ഉമ്മാക്ക് വേണ്ടിയാണ്. നമുക്ക് ഈ ലോകത്ത് നമ്മൾ ഏറ്റവും അധികം പണം ചെലവഴിക്കേണ്ടത് നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയാണ്. നമ്മൾ ഈ ലോകത്ത് ഏറ്റവും അധികം കഷ്ടപ്പെടേണ്ടത് നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയാണ്. ഒരിക്കൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞാൻ ഇന്നി ഹമൽതു ഉമ്മി അലാ ഉനുഖി ഫർസഖൈനി ഫീ റമളാ അശ്ശദീദ, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയായിരുന്നു റസൂലെ. ആ മരുഭൂമിയിലൂടെ ഞാൻ ഉമ്മാനെ തോളിലേറ്റിയിട്ട് ഇങ്ങനെ നടന്നു. ആ മരുഭൂമി എങ്ങനെയാണെന്നറിയോ റസൂലെ? ലൗ അൽഖൈതു ഫീഹാ ബിൽഅതൻ മിൻ ലഹ്മിൻ ലനളിജത്, ഒരു മാംസത്തിൻ്റെ കഷ്ണം ആ മരുഭൂമിയിലേക്ക് ഇട്ടാൽ അത് വെന്തു പോവും. അത്രയും ചൂടുള്ളൊരു മരുഭൂമി. ആ മരുഭൂമിയിലൂടെ ഞാൻ എൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് നടന്നു റസൂലെ. എൻ്റെ ഉമ്മാക്ക് നടക്കാൻ വയ്യായിട്ടല്ല, പിന്നെയോ ആ ചൂട് എൻ്റെ ഉമ്മൻ്റെ കാലുമ്മ തട്ടരുത് എന്നുള്ളത് കൊണ്ട്, എൻ്റെ ഉമ്മയോടുള്ള അത്രയും ആദരവ് കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മയെ നടക്കാൻ സമ്മതിച്ചില്ല. കിലോമീറ്ററുകളോളം എൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഞാൻ നടന്നുപോയി റസൂലെ. ഞാൻ അങ്ങനെ ചെയ്തത് എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് മുഴുവൻ വീടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്. വീടോ റസൂലെ എന്ന് ചോദിച്ചു. എൻ്റെ ഉമ്മാനോട് ഞാൻ ഒരുപാട് കടപ്പാടുകൾ തീർക്കണമല്ലോ, അങ്ങനെ ഒരുപാട് കടപ്പാടുകൾ തീർക്കണമല്ലോ റസൂലെ. ആ കടപ്പാടിൽ ഏതെങ്കിലും ഒരു കടപ്പാടിന് പകരമാകുമോ അത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞറിയോ? മോനെ, നിനക്ക് വേണ്ടി നിൻ്റെ ഉമ്മ ഒരുപാട് സങ്കടപ്പെട്ടിട്ടില്ലേ? ഒരുപാട് വേദനകൾ സഹിച്ചിട്ടില്ലേ? എത്രയാണ് ആ വേദന? നിന്നെ പ്രസവിച്ചപ്പോഴുള്ള വേദന എന്ന് പറഞ്ഞാൽ കണ്ണിനാണോ വേദന, കയ്യിനാണോ വേദന, കൽബിനാണോ വേദന, കരളിനാണോ വേദന എന്നറിയാതെ 1000 വേദനകളിൽ ഞെരിപിരി കൊള്ളുന്ന പ്രസവത്തിൻ്റെ അവസ്ഥയിൽ ആ 1000 വേദനകൾ നിൻ്റെ ഉമ്മ അനുഭവിച്ചപ്പോൾ
ആ 1000 വേദനകളിൽ ഒരു വേദനയ്ക്കുള്ള പരിഹാരമാകാൻ സാധ്യത ഉണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആണ് എന്നല്ല, നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച ഒരുപാട് വിഷമങ്ങളുടെ പേരിൽ നിൻ്റെ ഉമ്മ കരഞ്ഞിട്ടുണ്ടാകും, എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് നെടുവീർപ്പുകൾ അയച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് കരച്ചിലുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് അധ്വാനങ്ങൾ, നിനക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി നിൻ്റെ ഉമ്മ ഉറക്കമൊഴിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി നിൻ്റെ ഉമ്മ കരഞ്ഞിരുന്നിട്ടുണ്ട്, നിനക്ക് വേണ്ടി നിൻ്റെ ഉമ്മയുടെ ജീവിതം മുഴുവനും ഈ മക്കൾ 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 എന്ന വിചാരത്തോടു കൂടിയായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട ആ ഉമ്മക്ക് നീ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ പകരമായി എന്ന് വിചാരിക്കരുത്. നിൻ്റെ ആയുസ് മുഴുവനും നീ നിൻ്റെ ഉമ്മ മാത്രം വിചാരിച്ചുകൊണ്ട് ജീവിച്ചാലും പകരമാകൂലടോ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹജ്ജ് ചെയ്യായിരുന്നു. ആ സമയത്ത് ഒരു മകൻ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്നുണ്ട്, തവാഫ് ചെയ്യുന്നുണ്ട്. അത് തവാഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിച്ചു, നിങ്ങൾ കണ്ടില്ലേ ആ തറാനി ജസൈത്തുഹ, ഞാൻ ഈ ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ ഉമ്മാനോട് ഞാൻ ചെയ്ത വലിയൊരു കാര്യമല്ലേ? ആ കാര്യം എൻ്റെ ഉമ്മാനോട് ചെയ്യാനുള്ളതൊക്കെ ചെയ്തതിന് പകരമാകുമോ? എൻ്റെ ഉമ്മാക്കുള്ള ശുക്രാകുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ ബിസഫറത്തിൻ വാഹിദ, നിൻ്റെ ഉമ്മ നിനക്ക് വേണ്ടി കരഞ്ഞ ഒരു കരച്ചിലിന് പോലും അത് പകരാകൂലടോ എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതാണ് ഉമ്മയോടുള്ള കടപ്പാട് എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്ക് ആ കടപ്പാട് മറന്നു പോകാനുള്ളതല്ല. ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞാൽ വേരാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ വേരാണ് അവർ. ആ വേരിനെ ശ്രദ്ധിക്കാതെ ഈ ഇലകളെയും പൂക്കളെയും പുതിയ വസന്തങ്ങളെയുമാണ് നാം ശ്രദ്ധിക്കുന്നത് എങ്കിൽ ആ ഉമ്മാനോട് ഉപ്പാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ബുകാഉൽ വാലിദൈനി ഉഖൂഖുഹു വൽ കബായിർ, വാപ്പയും ഉമ്മയും നമ്മുടെ കാരണം കൊണ്ടൊന്ന് കരയേണ്ടി വന്നാൽ അത് ആകാശത്തിന് ചുവട്ടിൽ ഒരു മക്കളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അപരാധമാണ് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞത്. നമ്മുടെ കാരണം കൊണ്ട്, നമ്മുടെ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഒരു സമീപനം കൊണ്ട്, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് നമ്മുടെ ഉപ്പയുടെയോ ഉമ്മയുടെയോ കണ്ണ് നിറയുകയോ കൽബ് പടയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ വാപ്പാനോടും ഉമ്മാനോടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പറഞ്ഞത്. അതാണ് ഉപ്പയും ഉമ്മയും എന്ന് പറഞ്ഞാൽ. ഈ അടുത്ത് ഒരു ഡോക്ടർ അനുഭവം പറഞ്ഞു. ഒരു റേഡിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീയുടെ ചരിത്രം ഒരു വലിയ ചരിത്രമാണ്. അവരും ഭർത്താവും കുട്ടിയും മാത്രമേ ഉള്ളൂ. ഭർത്താവിന് ചെറിയ എന്തൊരു ജോലിയാണ്, സ്ത്രീക്കും ചെറിയൊരു ജോലിയുണ്ട്, ചെറിയ വരുമാനമൊക്കെ ഉള്ളൂ. അങ്ങനെ ഭർത്താവിന് വലിയ ഗുരുതരമായ മാരകമായ അസുഖം വന്നിട്ട് അദ്ദേഹം മരിച്ചു പോകുന്നു. ഈ അമ്മ ജീവിക്കുന്നത് തന്നെ ഈ കുട്ടിക്ക് വേണ്ടിയാണ്, ഈ മോൾക്ക് വേണ്ടിയാണ് ഈ അമ്മ ജീവിക്കണമെന്ന്. അവർ കൂടുതലായി അധ്വാനിക്കുന്നു, ധാരാളം പണം നേടുന്നു, ഈ കുട്ടിയെ ധാരാളമായി പഠിപ്പിക്കുന്നു. ബാംഗ്ലൂരിലേക്ക് ആ കുട്ടി പഠിക്കാൻ പോകുന്നു. അവിടുന്ന് ആ കുട്ടി ഒരാളെ കണ്ട് ഇഷ്ടപ്പെടുന്നു. അവളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കാതെ അമ്മ അയാളെ കൊണ്ട് തന്നെ അവളെ കല്യാണം കഴിപ്പിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സുഖകരമായി ജീവിക്കുന്നു. അമ്മ ഇവിടെയും ജീവിക്കുന്നു. അമ്മക്ക് ചെറിയ ഒരു അറ്റാക്ക് വന്നിട്ട് ഇയാളുടെ അടുത്ത് വന്നു. ഡോക്ടറെല്ലാം ചികിത്സിച്ചെല്ലാം നേരെയാക്കി. ഡോക്ടർ തന്നെ അത്ഭുതപ്പെടുന്ന വിധത്തിലാണ് അത് പെട്ടെന്ന് നേരെയായത്, അത് സുഖകരമായത്. അങ്ങനെ നിങ്ങൾക്ക് പോകാം എന്ന് അവർ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഉണ്ടായ സംഭവമാണ്. ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ വല്ലാതെ ടെൻഷനൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, ജോലിക്കൊന്നും പോകണ്ട, ഇനി മോളുടെ കൂടെ ജീവിക്കണം, ബാംഗ്ലൂരിലേക്ക് പോയി മോളുടെ കൂടെ ജീവിക്ക് എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, എൻ്റെ ആഗ്രഹം അതാണ്, ഞാൻ മോളുടെ കൂടെ ജീവിക്കുകയാണ്, മോളിപ്പോൾ വരും, എന്നെ കൂട്ടാൻ വേണ്ടി വരും, ഞാൻ അവരുടെ കൂടെ പോവുകയാണ്, അവരുടെ കൂടെയാണ് ഇനി ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ മോള് വന്നപ്പോൾ ഡോക്ടർ മോളോട് പറഞ്ഞു, അമ്മയെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഇനി മോള് അമ്മയെ കൊണ്ടുപോകണം, ഇനി അമ്മ നിങ്ങളുടെ കൂടെ ജീവിക്കട്ടെ, അമ്മയ്ക്ക് ഇനി ടെൻഷനൊന്നും വേണ്ട, മനസ്സമാധാനത്തോടു കൂടി ജീവിച്ചാലേ അമ്മയ്ക്ക് ഈ അസുഖത്തിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ എന്നാണ്. ആ സമയത്ത് ഈ മോളെന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ എല്ലാമാണ്. ആ അമ്മയുടെ ജീവിതം ഈ മോൾക്ക് വേണ്ടിയായിരുന്നു. അവളുടെ ജീവിതം, അവളുടെ വളർച്ച, അവളുടെ വിവാഹം, അവളുടെ ജീവിതം, ഇതൊക്കെയാണ് ആ അമ്മയുടെ സ്വപ്നങ്ങൾ. പക്ഷേ ആ അമ്മയോട് ആ മോള് പറയണത് എന്താണെന്നറിയോ? അമ്മ, ഞങ്ങൾക്ക് സമയം ഉണ്ടാവില്ല, അവർക്കും ജോലിയാണ്, എനിക്കും ജോലിയാണ്, അപ്പോൾ വീട്ടിൽ അമ്മ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ബാംഗ്ലൂരിൽ നല്ല സെറ്റപ്പുള്ള ഒരു കേന്ദ്രമുണ്ട്, അവിടെ അമ്മയെ ഞങ്ങൾ കൊണ്ടാക്കി തരാം, ഞങ്ങളൊരു ദിവസങ്ങൾ അവിടെ വരും, അമ്മയ്ക്ക് വേണ്ടതെല്ലാം അവർ ചെയ്തു തരും, ഞങ്ങൾ അതിന് വേണ്ട എല്ലാ പണവും കൊടുക്കും, അവരമ്മയെ നല്ല നിലക്ക് സംരക്ഷിക്കും, അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയും. അമ്മയെ റെസ്ക്യൂ ഹോമിലാക്കാനാണ് എന്ന് നമുക്ക് മനസ്സിലായി. വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോവാണ്. ആ അമ്മയുടെ കണ്ണു മുകളിലേക്ക് പോകുന്നു, അമ്മ വീഴുന്നു, മേജർ അറ്റാക്കായി, പെട്ടെന്ന് ICUലേക്ക് മാറ്റി, ആ അമ്മ മരിച്ചുപോയിരുന്നു.
ആ അമ്മയുടെ ജീവിതത്തിൽ അമ്മ കേൾക്കാൻ കൊതിക്കാത്ത ഒരു വാർത്ത ആ അമ്മയെ തളർത്തി കഴിഞ്ഞു. ഒരു മകളുടെ അടുത്ത് നിന്ന് ഒരിക്കലും ഒരു അമ്മ ആഗ്രഹിക്കാത്ത, കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വാക്ക് ആ മകൾ പറഞ്ഞോടുകൂടി ഇത്രയും റിക്കവർ ചെയ്ത് വന്ന ഒരമ്മ തളർന്നു വീണു മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ശക്തിയാണത്. ആ മക്കളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരിക്കാം. അതിനുവേണ്ടി ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇപ്പോൾ വയസ്സായ അമ്മയോടും ഉപ്പയോടും മോശമായി പെരുമാറരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വലാ തഖുൽ ലഹുമാ ഉഫിൻ, നീ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. വഖ്ഫിദ് ലഹുമാ ജനാഹദുൽ, എളിമയുടെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്കുക എന്ന് പറയും. നീ ചെറുതാക്, നീ അവരുടെ മുന്നിൽ വലുതാകരുത്. KP മുഹമ്മദ് മൗലവിയുടെ ഒരു ചരിത്രമുണ്ട്. അത് ഒരിക്കൽ ആരോടോ ഉമ്മയുടെ വർത്തമാനം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഉമ്മ ഇപ്പം എൻ്റെ കൂടെയാണ് താമസം എന്ന് പറഞ്ഞു. അപ്പോൾ KP പറഞ്ഞു, അങ്ങനെ പറയരുത്, ഉമ്മാൻ്റെ കൂടെ പെങ്ങളാണ് താമസം എന്നാണ് പറയേണ്ടത്. ഉമ്മ എൻ്റെ കൂടെ താമസം എന്നല്ല, ഉമ്മാൻ്റെ കൂടെ ഇപ്പം ഞാനാണ് താമസം എന്നാണ് പറയേണ്ടത്. നമ്മളെ ആശ്രയിക്കുന്നവരാകരുത് ഉമ്മയും ഉപ്പയും, നമ്മൾ അവരെ ആശ്രയിക്കുന്നവരാണ് എന്നാണ് അദ്ദേഹം അതിലൂടെ പഠിപ്പിച്ചത്. വഖ്ഫിദ് ലഹുമാ ജനാഹദുൽ, കാരുണ്യത്തിൻ്റെ എളിമയുടെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്ക്. നീ അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും പറയല്ലേ. പ്രായമായ ആരെങ്കിലും അവരുടെ രണ്ടുപേരിൽ ഒരാളോ രണ്ടാളോ നിൻ്റെ അടുത്തുണ്ടായാൽ അവരോട് ഏറ്റവും മാന്യമായ വാക്ക് പറയുന്നൊക്കെ എന്തിനാ പറയണേ? വെറുതെ പറയില്ലല്ലോ അല്ലാഹു. നിങ്ങളൊക്കെ ഈ വയസ്സായ വാപ്പക്കും ഉമ്മക്കും ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അവർ നമ്മളോട് പലതും പറയും, പക്ഷെ അതൊന്നും മനസ്സ് തട്ടിയിട്ടല്ല പറയണേ. പക്ഷെ നമ്മൾ തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലോ അത് മനസ്സ് തട്ടും. അതാണ് എൻ്റെ പ്രത്യേകത. അതാണ് വലാ തഖുൽ ലഹുമാ ഉഫിൻ, അനിഷ്ടകരമായൊരു വാക്കും നീ അവരോട് പറയല്ലേ. അവരെന്തെങ്കിലും നിന്നോട് പറയണേ അതൊന്നും മനസ്സ് തട്ടിയിട്ടല്ല, അവരാലോചിച്ച് തീരുമാനിച്ച് പറയണമല്ല, അവരങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്നാൽ തിരിച്ചെന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതവർ മറക്കൂല, അവരുടെ മനസ്സിലതുണ്ടാവും. എന്നതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മളോട് പറയണത്. അൽഖമ എന്ന് പറഞ്ഞൊരു സഹാബി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിക്കുന്ന സമയമാണ്, ഗുരുതരമായ അസുഖം ബാധിച്ച് മരണത്തോട് മല്ലിടുന്ന സമയം. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് റസൂൽ പറഞ്ഞയച്ചു. അവർ അൽഖമയുടെ അടുത്ത് ചെന്നിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട്. മരണത്തോട് മല്ലിടുന്നത് കൊണ്ട് അവർ കെലിമ ചൊല്ലി കൊടുക്കുന്നുണ്ട്. പക്ഷേ അൽഖമക്ക് കെലിമ ചൊല്ലാൻ കഴിയുന്നില്ല. വിശ്രുതനായ സ്വഹാബിയാണ് അദ്ദേഹം, പക്ഷെ കെലിമ ചൊല്ലാൻ കഴിയുന്നില്ല. അവരാകെ അന്താളിച്ചു പോയി. എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവണില്ല. ബിലാലിനെ വേഗം റസൂലിൻ്റെ അടുത്തേക്ക് പറഞ്ഞു അയച്ചു. റസൂലിനോട് ചെന്ന് പറയും, റസൂലിനോട് വരാൻ പറയും, എന്താണ് പോകാൻ വഴി എന്ന് പറയും എന്ന് പറഞ്ഞിട്ട് വേഗം ഓടിച്ചെല്ലാൻ പറഞ്ഞു. അദ്ദേഹം വേഗം ഓടിച്ചെന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂല് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, അൽഖമക്ക് കെലിമ ചൊല്ലാൻ കഴിയുന്നില്ല റസൂല് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഖമക്ക് വാപ്പയും ഉമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? വാപ്പല്ല റസൂല്, അദ്ദേഹത്തിന് ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മാനവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഉമ്മാനോട് ഇവിടെ നിന്ന് വരാൻ പറയും. വേണ്ട, ഞാൻ അങ്ങോട്ട് പോകാം. ഇത് രണ്ടും റസൂല് പറഞ്ഞാണ്. ഞാൻ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോയിട്ട് ആ ഉമ്മൻ്റെ അടുത്ത് എത്തിയിട്ട് ഉമ്മനോട് പറഞ്ഞു, ഉമ്മ, അൽഖമ നിങ്ങൾക്കറിയില്ല, വലിയ നല്ല ഒരാളാണ്, നല്ല സത്യവിശ്വാസിയാണ്, എൻ്റെ ശിഷ്യനാണ് ഉമ്മ. എന്താണ് അവന് കെലിമ ചൊല്ലാൻ കഴിയാത്തത്? ഉമ്മയോട് എന്തെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടോ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഉമ്മ എന്ന് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, ഇല്ല റസൂലെ, എൻ്റെ കുട്ടി എന്നോടൊന്നും ചെയ്തിട്ടില്ല. ഉമ്മ ഒന്നും ഒളിച്ചു വെക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ആ ഉമ്മക്ക് പറയേണ്ടി വന്നു. ഉമ്മ പറഞ്ഞു, ശരിയാണ് റസൂലെ, അവന് കല്യാണം കഴിച്ചതിൽ പിന്നെ അവൻ്റെ ഭാര്യയുടെ അടുത്ത് നിൽക്കുമ്പോൾ എന്നെ അത്ര പരിഗണിക്കാറില്ല റസൂലെ. അവൻ ഭാര്യയുടെ ഇടയിൽ വെച്ച് എന്നെ അപമര്യാദയായിട്ട് എന്നോട് പെരുമാറാറുള്ളത് പോലെ എനിക്ക് ഓർമ്മയുണ്ട് റസൂലെ. എന്നോട് മോശമായിട്ട് അവൻ സംസാരിക്കാറുണ്ട് റസൂലെ. എന്നെ അവൻ പരിഗണിക്കാറില്ല റസൂലെ. അങ്ങനത്തെ ചില സന്ദർഭങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവരോട് പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവനത് വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല റസൂലെ എന്ന് പറഞ്ഞു. ആ ഉമ്മ തുറന്നു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാണ് ഉമ്മ അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അൽഖമക്ക് കെലിമ ചൊല്ലാൻ കഴിയാത്തത്, മരണത്തിൻ്റെ സമയത്ത് പോലും ഏറ്റവും നല്ല കെലിമ ഉച്ചരിച്ച് ഒരു സത്യവിശ്വാസിയുടെ മരണം പുൽകുവാൻ അൽഖമക്ക് സാധിക്കാത്തത് ഈ പ്രശ്നം കൊണ്ടാണ് ഉമ്മ എന്ന് പറഞ്ഞു. ഉമ്മ പുറത്തു കൊടുക്കുമോ? ഉമ്മ പുറത്തു കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, റസൂലേ, ഒരു വട്ടമല്ല 1000 വട്ടം എൻ്റെ മോന് ഞാൻ പുറത്തു കൊടുക്കും റസൂലേ എന്ന് പറഞ്ഞു. അതാണ് ഉമ്മ. ആ ഉമ്മ പുറത്തു കൊടുത്തു, കെലിമ ചൊല്ലി മരണപ്പെട്ടു പോയി.
ബഷീറിൻ്റെ ഒരു ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ചെറുപ്പകാലത്ത് എങ്ങോട്ടോ രാജ്യം വിട്ടുപോയതാണ്, സ്വാതന്ത്ര്യ സമരമൊക്കെ ആവേശം കൊണ്ട് എങ്ങോട്ടോ രാജ്യം വിട്ടുപോയി. അങ്ങനെ രാജ്യം വിട്ടുപോയി കുറേ കാലത്തിന് ശേഷമാണ് 17 വർഷമോ 7 വർഷമോ എന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല, അങ്ങനെ തിരിച്ചു വരികയാണ് വീട്ടിലേക്ക്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വാതിൽ മുട്ടി, ഉമ്മ വാതിൽ തുറന്നു. ഉമ്മ മോനെ കണ്ട് വല്ലാതെ ആഹ്ലാദിച്ചു. ഉപ്പയോടാണ് പ്രശ്നം, മുന്നോട് പ്രശ്നമൊന്നുമില്ലെങ്കിലും ആ ഉമ്മക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായി. ആ മോൻ്റെ തിരിച്ചു വരവ് വല്ലാത്ത പ്രതീക്ഷ ഉണ്ടായി. അങ്ങനെ ആ ഉമ്മ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഭക്ഷണം എടുത്തു കൊടുത്തു. അപ്പോൾ മോന് ബഷീർ ചോദിക്കണം, ഉമ്മ അതെന്താ എനിക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടോ? അപ്പം അമ്മ പറയണൊരു വാക്കുണ്ട്. ഉമ്മ പറഞ്ഞു, മോനെ നീ പോയ ആ ദിവസം മുതൽ ഓരോ ദിവസവും നിനക്ക് വേണ്ടി ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പകലിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെക്കും, മോന് വന്നിട്ടില്ലെങ്കിൽ ഞാൻ വൈകുന്നേരം അതെടുത്ത് കഴിക്കും. വൈകുന്നേരം ഭക്ഷണം എടുത്ത് വെക്കും മോനെ, നീ രാത്രി വന്നില്ലെങ്കിൽ പകലെടുത്ത് ഞാനത് കഴിക്കും. നിനക്ക് ഭക്ഷണം കരുതാതെ ഒരു ദിവസം പോലും ഈ ഉമ്മ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ആ ഉമ്മ പറയുന്നുണ്ട്. അതാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ. അത്രയും മഹത്വങ്ങളുടെ മാമരമാണ് ഉമ്മ. കാരുണ്യത്തിൻ്റെ കടലാണ് ഉമ്മ. സ്നേഹത്തിൻ്റെ മഹാസാഗരമാണ് ഉമ്മയിലുള്ളത്. ആ ഉമ്മയും ഉപ്പയും നമ്മൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ആ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നമ്മളും കുറച്ചൊക്കെ ജീവിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ മനോഹരമായ നിലനിൽപ്പിൻ്റെ പ്രേരകങ്ങളാണ്. ബന്ധങ്ങളെ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ ജീവിതത്തെ ഇത്ര സന്തോഷകരമായി നിലനിർത്തുന്നത് തന്നെ ബന്ധങ്ങളാണ്. ബന്ധങ്ങളുണ്ടായാൽ മാത്രം പോരാ, നല്ല ബന്ധങ്ങളായി മാറണം. ആ നല്ല ബന്ധങ്ങൾക്കുള്ള പോംവഴികളാണ് അള്ളാഹുവിൻ്റെ റസൂൽ വിശുദ്ധ ഖുർആനും മറ്റുമൊക്കെ നമുക്ക് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത് എന്നർത്ഥം. അപ്പോൾ എല്ലാവർക്കും പരിഗണനകൾ കൊടുക്കണം, എല്ലാവരെയും അറിയേണ്ടതുപോലെ അറിയണം. ഓരോരുത്തരെയും ഇരുത്തേണ്ട അവസ്ഥയിൽ തന്നെ അവരെ ഇരുത്തുകയും പരിഗണിക്കുകയും ചെയ്യണം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കാർ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. കാർ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അവനും അവൻ്റെ ഭാര്യയും സീറ്റിൽ മുന്നിലെ സീറ്റിലാണ്. ഉമ്മയും കുട്ടികളൊക്കെ പിറകിലെ സീറ്റിലാണ്. ഇങ്ങനെയാണോ വേണ്ടത്? പിന്നെ ആ ഉമ്മ എവിടെ ഇരിക്കേണ്ടത്? ആ ഉമ്മ മുന്നിലിരിക്കണം. ആ ഉമ്മയെ കൈ പിടിച്ചുകൊണ്ട് മുന്നിലിരുത്തേണ്ടത് ആരാണ്? ആ മോനല്ല. ആ മോനേക്കാളും മുമ്പ് അത് ചെയ്യേണ്ടത് ഈ മോളാണ്, അല്ലെങ്കിൽ ഈ മരുമകളാണ്. അപ്പോഴാണ് ആ മരുമകൾ മറുമകളാവുക, അല്ലെങ്കിൽ അതൊരു മരുമകളാകും. മരുമകളാകാനല്ല ആവശ്യപ്പെടുന്നത്, മറിച്ച് മറുമകളാകണം. മരുമകനാകാനല്ല ആവശ്യപ്പെടുന്നത്, മറുമകനാകാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഓരോരുത്തരെയും പരിഗണിക്കേണ്ട വിധം പരിഗണിക്കുമ്പോൾ എല്ലാവരുടെ അടുത്ത് നിന്നും നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്നിപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ അനാഥരാകുന്നത് ആരാണ്? കുട്ടികളല്ല, പാപ്പയും അമ്മയാണ്. ശരിയല്ലേ കുഞ്ഞലിക്ക? ഓരോ മകനും കല്യാണം കഴിക്കുന്നു, അവരുടെ ജീവിതം തേടി അവർ പറക്കുന്നു. പിന്നെ ആ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നത് ആരാണ്? ആ വാപ്പയും ഉമ്മയാണ്. ഒന്ന് തളരുമ്പോൾ ഒന്ന് താങ്ങായി നിൽക്കുവാൻ, ഒന്ന് പ്രയാസപ്പെടുമ്പോൾ ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ, ഒരു വാത്സല്യത്തോടു കൂടി ആ ഉപ്പക്കുമ്മക്കൊന്ന് കൊഞ്ചിക്കാൻ പേരക്കുട്ടികളെ കിട്ടാതെ, ഒരു താങ്ങും തണലുമാകാൻ മക്കളെ കിട്ടാതെ ആ വാപ്പയും ഉമ്മയും ഒറ്റപ്പെട്ട് നരകിക്കുന്ന എത്ര 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 ചരിത്രമാണ് നമ്മുടെയൊക്കെ ചുറ്റുമുള്ളത്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയണമല്ല, നമ്മൾ അവരുടെ സുഖത്തിന് വേണ്ടി വന്നതാണ്. നമ്മളിവിടെ സുഖിക്കുകയല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഉണങ്ങിയ റൊട്ടി കഴിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അവരെല്ലാം അവിടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. നമ്മൾ ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? അവരിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനാ. പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. നമ്മൾ കൂടെ ഉണ്ടാകണം അവരാഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അവർക്കൊരാശ്വാസമായി കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരെ പരിഗണിക്കുന്ന ഒരു മനസ്സ് എങ്കിലും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അവ നിരന്തരമായി വിളിക്കുകയും അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും അവരെ വിഷമിപ്പിക്കാത്ത വിധം പെരുമാറാൻ ഭാര്യയ്ക്ക് വസിയത്ത് നൽകുകയും അവളുടെ പെരുമാറ്റം നമ്മളുടെ കൂടി പെരുമാറ്റമായി ഉൾപ്പെടുത്തി നല്ല പെരുമാറ്റം അവർക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ അടുത്ത് നിന്ന് ഉണ്ടാകേണ്ടതെന്നർത്ഥം. ഇനിയും വിശദമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ചുരുക്കുകയാണ്. ഈ പ്രായമായ തേനീച്ചയെ ഉപകാരമൊന്നും കിട്ടാതെ വന്നാൽ മറ്റുള്ള തേനീച്ചകളൊക്കെ കുത്തി പുറത്താക്കുന്നതാണ് അത്ര തേനീച്ചകളുടെ ഒരു ശാസ്ത്രം. അതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വാപ്പയും ഉമ്മയൊക്കെ ഉപകാരം കിട്ടാതെ ആകുമ്പോൾ പിന്നെ അവരെ പുറന്തള്ളുകയാണ്.
വലിയൊരു ശതമാനം ആളുകളും, നമ്മുടെ കുടുംബങ്ങളിലൊന്നും അങ്ങനെയില്ല, അൽഹംദുലില്ലാ, ഉണ്ടാവാതെയും ഇരിക്കട്ടെ, പക്ഷെ വലിയ ശതമാനം കുടുംബങ്ങളും ഇന്ന് കേരളത്തിലൊക്കെ ധാരാളമായി, മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ പോലും റെസ്ക്യൂ ഹോം, വൃദ്ധസദനം വന്നു കഴിഞ്ഞു. വൃദ്ധസദനം എല്ലാ ജില്ലകളിലും ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അതൊരു സമൂഹത്തിൻ്റെ വിജയമല്ല, ഒരു സമൂഹത്തിൻ്റെ പരാജയമാണത്. വൃദ്ധസദനങ്ങൾ പെരുകുക എന്നത് ഒരു സമൂഹത്തിൻ്റെ പരാജയമാണ്. വൃദ്ധസദനങ്ങൾ പെരുകാനുള്ള കാരണം ഈ പാപ്പയും ഉമ്മയും പ്രായമാകുമ്പോൾ മക്കൾ അവരെ നോക്കാതിരിക്കുന്നതിൻ്റെ കാരണം മക്കളായിരുന്ന കാലത്ത് വാപ്പയുടെ ഉമ്മയുടെ അടുത്ത് നിന്ന് അവർക്ക് കിട്ടേണ്ടത് കിട്ടാത്തത് കൊണ്ടാണ്. വലിയ ശതമാനം കഥകളും അങ്ങനെയാണ്, കുടുംബങ്ങളുടെ കഥ. നിങ്ങൾ നോക്കൂ, എൻ്റെ നാട്ടിൽ ഈ അടുത്ത് ചില സംഭവങ്ങളുണ്ടായി. ഞങ്ങളുടെ വണ്ടൂരിനടുത്തൊരു ചെറിയ പ്രദേശം, ആ പ്രദേശത്ത് നിന്ന് വണ്ടൂരിലേക്ക് ബസ്സിന് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു 4-5 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. ഒരു 10 മിനിറ്റ് കൂട്ടുക, അത്രയേ ഉള്ളൂ. ഈ 10 മിനിറ്റ് മാത്രം എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരുന്നൊരു പെൺകുട്ടി, വളരെ തിരക്ക് പിടിച്ച ബസ്സാണ്. ആ ബസ്സിലെ ഡ്രൈവറെയോ അവരുടെ ജീവനക്കാരെയോ ഒന്നും അവളൊരു പക്ഷേ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അത്രയും തിരക്ക് പിടിച്ച ബസ്സാണ് ആ ബസ്. പക്ഷെ ഒരു ദിവസം സ്കൂളിലേക്ക് പോയ ഈ പെൺകുട്ടി തിരിച്ചു വന്നില്ല. അവരെത്താവുന്ന സ്ഥലങ്ങളിലെല്ലാം വിളിച്ച് അന്വേഷിച്ചു, പക്ഷേ അവിടെ നിന്ന് എത്തിയിട്ടില്ല. അവസാനം പോലീസിൽ അവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടി വന്നു. മാനക്കേടാണ്, വലിയ കുടുംബമാണ്, അതുകൊണ്ട് ആരോടും പറയാതെ വെച്ചാണ്. അവസാനം പോലീസിൽ പറയേണ്ടി വന്നു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പോലീസ് ഈ ഉപ്പയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ കാണണ്ടേ എന്ന് ചോദിച്ചു. ആ, മോളെ കാണണം, എന്നാൽ ഞങ്ങളുടെ കൂടെ വരും. എന്നിട്ട് പോലീസിൻ്റെ കൂടെ എവിടേക്കാണ് പോകണമെന്ന് അറിയോ? കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന പ്രദേശത്തേക്കാണ് പോണത്. അവിടെ ഒരു ഹോട്ടൽ റൂമിൽ ഒരു അന്യജാതിക്കാരനായ പുരുഷൻ്റെ കൂടെ നിൽക്കുന്ന ഈ പെൺകുട്ടിയെയാണ് ഈ വാപ്പ കാണുന്നത്. ആരാണ് ഈ പുരുഷൻ എന്നറിയോ? അവൾ 5 മിനിറ്റോ 10 മിനിറ്റോ മാത്രമേ യാത്ര ചെയ്യുന്ന ആ ബസ്സിലെ ഡ്രൈവറാണ് ഇയാൾ. ഒരാഴ്ചയ്ക്ക് ശേഷം ചവച്ച് തുപ്പിയ അവസ്ഥയിൽ വേസ്റ്റായി, ഒരാൾക്കും വേണ്ടാതെ അവനെ ഉപേക്ഷിച്ച് അവൾ തിരിച്ചു വന്നു. ഇന്നും അവൾ വേസ്റ്റായി കിടക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവൾ നിക്കാഹ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവളുടെ അമ്മായിയുടെ മകനുമായിട്ടിരുന്ന് നിക്കാഹ്. ആ നിക്കാഹിൽ അവൾക്ക് സമ്മാനമായി മഹറായി കിട്ടിയ ഈ മാലയും കൊണ്ടാണ് ഇവൻ്റെ പിന്നാലെ പോയിട്ടുള്ളത്. ആ വീട്ടിൽ നിന്ന് നമ്മൾ പോയി ആ ഉപ്പയോട് സംസാരിച്ചു. ആ ഉപ്പ പറഞ്ഞതെന്താണെന്നറിയോ? നമ്മൾ ആദ്യം പറഞ്ഞ സംഭവമാണ്. എന്ത്? എനിക്ക് ഒക്കെ ആൺകുട്ടികളാണ്, ഒരൊറ്റ പെൺകുട്ടിയേ ഉള്ളൂ. അവളെ ഞാൻ എങ്ങനെയാണ് വളർത്തിയേണ്ടതെന്ന് എനിക്കറിയില്ല. അവളുടെ ഒരു ആഗ്രഹവും ഞാൻ ഇല്ലാതാക്കിയിട്ടില്ല. അവൾ പറഞ്ഞതൊക്കെ ഞാൻ അവൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവൾ ആവശ്യപ്പെട്ടൊക്കെ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ അവൾക്കൊരു മൊബൈലും വാങ്ങിക്കൊടുത്തു എന്നാണ് പറഞ്ഞു. ആ മൊബൈലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. നമ്മൾ പല നിലക്കും ഇടപെടേണ്ടി വന്ന ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ, ആ കുടുംബ പ്രശ്നങ്ങളിൽ വലിയ തരത്തിൽ വില്ലനായി തീർന്നിട്ടുള്ളത് മൊബൈൽ ഫോണാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു മൊബൈൽ കമ്പനിയുടെ പരസ്യം തന്നെ അതാണ്, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. ഒരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ആകെ താറുമാറാകും. ചേഞ്ച് യുവർ ലൈഫ്. ഇപ്പോഴത്തെ സമാധാനം ഉണ്ടല്ലോ, അത് തീരാനും ഇല്ലാതാകാനോ ഒരൊറ്റ ഫോണ് മതി എന്നാണ്. അതുപോലെ തന്നെ ഒരു കുടുംബമാണ്, നല്ല ഇസ്ലാമികമായ ചിട്ടയൊക്കെ ഉള്ളൊരു കുടുംബമാണ്. വാപ്പയും ഉമ്മയും എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകുന്ന ആളുകളാണ്. നാട് നന്നാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീട് നന്നാക്കാൻ മറന്നുപോയൊരു കുടുംബത്തിൻ്റെ ചരിത്രമാണ്. അങ്ങനെ ആ പെൺകുട്ടി BA കഴിഞ്ഞു. അവളെ B.Ed പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തൃശ്ശൂർ കൊണ്ടാക്കി. 1-2 മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അവളെ കാണാനില്ല. അവസാനം അന്വേഷിച്ച് പോലീസിൽ പരാതി കൊടുത്തു. ഒരു ദിവസം പോലീസ് ഈ വാപ്പയും കൊണ്ട് പോയി അവിടെ എത്തി. തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്തൊരു ക്ഷേത്രത്തിൽ കല്യാണ മണ്ഡപത്തിൽ കസവു സാരി എടുത്തിട്ട് പൂമാല ചുറ്റി നിൽക്കുന്ന ലക്ഷ്മിയെയാണ് ഇവർ കണ്ടത്. ഇവളുടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആങ്ങളയുടെ കൂടെ ഈ ട്രെഞ്ച് കീറുന്ന പണിയാണ്. ഈ റോഡ് സൈഡിൽ ഫോണിനൊക്കെ വേണ്ടിയിട്ട് ട്രെഞ്ച് കീറുക. ആ ട്രെഞ്ച് കീറുന്ന ജോലി ചെയ്യുന്ന ഒരാളുടെ കൂടെയാണ് നല്ല കുടുംബത്തിൽ പറഞ്ഞ ഈ പെൺകുട്ടി, നല്ല ചിട്ടയിൽ വളർന്ന ഒരു പെൺകുട്ടി പോയത്. എന്താണ് പ്രശ്നം? ശിക്ഷണം കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ മക്കൾ എങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രൂപമുണ്ട്. ആ രൂപത്തിലൂടെ നമ്മുടെ മക്കളെ വളർത്തിയിട്ടില്ലെങ്കിൽ ഗുരുതരമാണ്. പെൺകുട്ടികളുടെ കാര്യത്തിൽ ആവശ്യത്തിലേറെ ശ്രദ്ധയും പേടിയും ഉണ്ടാകേണ്ട ഒരു കാലമാണ് നമ്മുടെ കാലം. ആൺകുട്ടികളുടെ കാര്യവും വ്യത്യസ്തമല്ല. അപ്പോൾ അന്യരാര്, അടുപ്പമുള്ളവരാര് എന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയണം. ഒരു കഥ നിങ്ങൾ കേട്ടിരിക്കും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാർ വീട്ടിലിരിക്കുന്നു. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞു എല്ലാവരും അകത്തേക്ക് പോയിക്കോളും എന്ന് പറഞ്ഞു. ഭാര്യമാരോടൊക്കെ അകത്തേക്ക് പറയുന്നു. അപ്പോൾ ഭാര്യമാരിൽ ഒരാൾ ചോദിച്ചു, റസൂലെ, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന് കണ്ണ് കാണൂലല്ലോ, ആൾ ഞങ്ങളെ കാണുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ അകത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു വല്ലാത്ത ചോദ്യമാണത്. അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ കാണാനുള്ള കണ്ണില്ലേ എന്ന്. ആരോടാ അത് ചോദിച്ചത്? അള്ളാഹുവിൻ്റെ റസൂലിന് യാതൊരു സംശയവുമില്ലാത്ത, ജീവിതത്തിൽ ഒരു നിലക്ക് പോലും ഒരു സംശയത്തിൻ്റെ കണം പോലും വന്നിട്ടില്ലാത്ത ആ റസൂലിൻ്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാരോടാണ് റസൂൽ പറഞ്ഞത്. സംശയം ഉണ്ടായിട്ടാണോ? സംശയം ഉണ്ടായിട്ടല്ല. വല്ലതും പറ്റുന്നു പേടിച്ചിട്ടാണോ? വല്ലതും പറ്റുന്നു പേടിച്ചിട്ടല്ല. രാവിലെ സുബ്ഹിന് പോലും എല്ലാ പ്രയാസങ്ങളും സഹിച്ച് പള്ളിയിലേക്ക് വരാറുണ്ട് ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം. റസൂലിനോട് ഒരിക്കൽ വന്നിട്ട് ചോദിച്ചു, റസൂലെ, ഞാനിങ്ങനെ വരണോ പള്ളിയിലേക്ക്? കുടുംബക്കാരൊക്കെ പറയുന്നുണ്ട് പാമ്പുണ്ടാകും, തേളുണ്ടാകും, സുബഹിന് പള്ളിയിൽ പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. റസൂലെ, ഞാൻ പള്ളിക്ക് വരണോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? ശരിയാണ് ഉമ്മി മക്തൂം, നിങ്ങൾ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരിളവ് തരാൻ എൻ്റെ കയ്യിലൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സുബ്ഹിന് പോലും തപ്പിപ്പിടിച്ച് പള്ളിക്ക് വരാറുണ്ടായിരുന്ന പരമവിശുദ്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം, അത്ര പരിശുദ്ധനായ ഒരാ സഹാബിയാണ് വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് റസൂൽ പറയാണ്, വേണ്ട, കൂടിച്ചേരൽ വേണ്ട, അവിഹിതമായ യാതൊരു കാണലും അങ്ങനെയുള്ള പരിപാടിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ റസൂൽ ഇത് രണ്ടാക്കുകയാണ്. ഇത് ഇവർക്ക് വേണ്ടിയല്ലത്, പിന്നെയോ നമുക്ക് വേണ്ടിയാണ്. അത് അവർക്ക് വേണ്ടി ചെയ്തതല്ല, നമ്മൾക്ക് വേണ്ടി ചെയ്തതാണ്. അത്രയും അന്യരായ ആളുകൾ, അതല്ലെങ്കിൽ അടുപ്പമുള്ള ആളുകൾ ആരായിരുന്നുവെന്ന് വിവേചിച്ച് മനസ്സിലാക്കാനുള്ള മാർഗം കാണിച്ചു കൊടുത്തിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയല്ല. ഈ ലവ് ജിഹാദിൻ്റെ പ്രശ്നം വന്ന സമയത്ത് ഈ ദളിത് മൂവ്മെൻറ്റിൻ്റെ ഒക്കെ മുന്നിൽ നിന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മുസ്ലിമായി. അപ്പോൾ അദ്ദേഹമായിട്ടൊരിക്കൽ അഭിമുഖം നടത്തേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിൻ്റെ വാസ്തവം എന്താണ്? ഇത് ശരിയാണോ? ഈ മതപരിവർത്തനത്തിൻ്റെ കഥകൾ ശരിയാണോ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ പല കാര്യങ്ങളും വാസ്തവങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. മുസ്ലിം കുടുംബങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, അവിടെ സ്വാതന്ത്ര്യം അധികമാണ്. അവിടെ വീട്ടിൽ വരുന്ന ജോലിക്കാരനും വീട്ടിലെ ആശാരിയും വീട്ടിലെ പണിക്കാരനും ഡ്രൈവറും ഒക്കെ വീടിൻ്റെ ഉള്ളിലൂടെ നിരങ്ങും. എന്നാൽ ഹിന്ദു കുടുംബങ്ങളിൽ പലപ്പോഴും അങ്ങനെയല്ല, വളരെ യാഥാസ്ഥിതികമായ കാഴ്ചപ്പാടാണ് അവർ പുലർത്തുന്നത്. പെൺകുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും അമിതമായ ഒരു അഴിഞ്ഞാട്ടത്തിന് അവർ ഒഴിച്ചുവിടൂല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കുറേ വാസ്തവമുള്ള ഒരു നിരീക്ഷണമാണത്. നമ്മുടെ കുടുംബങ്ങളിൽ പല കുടുംബങ്ങളും ഇങ്ങനെയൊക്കെയാണ്. അവിടെ ആശാരി ആയിരുന്നാലും ഡ്രൈവർ ആയിരുന്നാലും അവിടെ ജോലി ചെയ്യുന്ന ആളായിരുന്നാലും ആണും പെണ്ണും ഒക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൂടെ നിരങ്ങും. നമ്മളൊരു അതിഥിയുടെ അടുത്തേക്ക് പോരാണെങ്കിൽ നമ്മളൊരു ടാക്സി പിടിച്ച് പോകുമ്പോൾ ആ ഡ്രൈവർ നമ്മുടെ വീട്ടിൽ ഉള്ളിലൊക്കെ കയറിയിരിക്കേണ്ട ആളൊന്നുമല്ല. ആ ഡ്രൈവർക്ക് നമ്മൾ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുകയും ഉപചാരങ്ങൾ അർപ്പിക്കുകയൊക്കെ വേണം. വല്ല കൊടുക്കുന്നതിന് വിരുദ്ധമായ കാര്യമല്ല നമ്മൾ പറയേണ്ടത്. പക്ഷെ എല്ലാവരും നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് വലിയ ഒരു വിശാലമായ മനസ്സ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അകറ്റേണ്ടവരെ അകറ്റി നിർത്തുകയും അടുപ്പിക്കേണ്ടവരെ അടുപ്പിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ തെളിവുകൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ കുടുംബ ബന്ധം വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രധാനമായും നമ്മൾ പറഞ്ഞത് ഭാര്യയും ഭർത്താവും ആകാതെ ഇണയും തുണയും ആയിത്തീരുക എന്നതാണ് ദാമ്പത്യത്തിൻ്റെ സൗന്ദര്യം. പോയ മധുവിധു കാലത്തേക്കാളും ഇന്നു പ്രിയമുണ്ടെനിക്ക് നിന്നോടെടു എന്ന് ആറ്റൂർ രവിവർമ്മയുടെ ഒരു വരിയുണ്ട്. പോയ മധുവിധു കാലത്തേക്കാളും ഇന്ന് പ്രിയമുണ്ടെനിക്ക് നിന്നോടെടു. ഇതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. എല്ലാ ദിവസവും വിവാഹ സുദിനത്തിൻ്റെ പോലെ ആനന്ദമുണ്ടാകണം. എല്ലാ രാത്രിയും ആദ്യരാവിൻ്റെ പുളകം അനുഭവിക്കണം. ഒരിക്കലും അടുക്കാതെയും ഒരിക്കലും അകറ്റാതെയും ഇഷ്ടമായി പരസ്പരം ഒന്നിച്ചു ചേരുക എന്നാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പലപ്പോഴും ബന്ധങ്ങൾ തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം ഈ അവിഹിതമായ ബന്ധങ്ങൾ അല്ലെങ്കിൽ അവിഹിതമായ ആളുകൾ നമ്മുടെ ബന്ധത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടായി. അവിടെ പ്രണയിച്ച് വിവാഹിതരായ ആളുകളാണ്. 5 കൊല്ലമായിട്ടുള്ള ഒരു കുട്ടി, 4 വയസ്സുള്ള കുട്ടിയുണ്ട്. ഇവർ പ്രശ്നമായി, ഇവരുടെ ഇടയിൽ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ അതിൽ നമുക്കൊന്ന് ഒരു
ഒരു സംസാരിക്കേണ്ട ഒരു സന്ദർഭമുണ്ടായി. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പെൺകുട്ടി പറഞ്ഞു, വല്ലാത്തൊരു വാക്കാണത്, നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ആ പെണ്ണ് പറഞ്ഞു, 24 വർഷം അവനെ പോറ്റി വളർത്തിയ അവൻ്റെ ഉപ്പയും ഉമ്മയും പറ്റിച്ചിട്ടാണ്, ഉപ്പയെയും ഉമ്മയെയും പറ്റിച്ചിട്ടാണ് അവൻ എന്നെ പ്രേമിക്കാൻ വന്നത്. 5 കൊല്ലത്തെ പരിചയം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. ഈ 5 കൊല്ലത്തെ പരിചയം മാത്രമുള്ള ഇന്നെ അവന് പറ്റിക്കാൻ കഴിയില്ല എന്നാണ് ചോദിച്ചത്. വാസ്തവം അതായിരുന്നു. അവൻ്റെ ഫോണിൽ പുരുഷന്മാരുടെ പേരിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ത്രീ സൗഹൃദങ്ങളാണ് ആ ബന്ധത്തിൽ കേടുവരുത്തിയത്. അവളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അപാകതകളുണ്ട്. അത് അവനൊരു സംശയമുണ്ടാക്കി, അവനെക്കുറിച്ച് അവളുടെ സംശയമുണ്ടാക്കി, പരസ്പരം വേർപിരിഞ്ഞു. അപ്പോൾ ബന്ധങ്ങൾ നിലനിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. ആ നിലനിൽക്കുന്ന, ആ ഒട്ടിക്കുന്ന പശയുടെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരു ചെറിയ തെറ്റ് വലിയൊരു അപകടം നമുക്ക് തോന്നില്ല. പക്ഷെ ആ തെറ്റുകൾ ആവർത്തിച്ച് തൗബ ചെയ്യാതെ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നാൽ അതിങ്ങനെ പെരുകും, അത് കൂടുതൽ അപകടമായി മാറുന്നു, നമ്മളെ നശിപ്പിക്കുന്ന വലിയ മാരകമായ വിപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഓരോ ദിവസവും നമ്മളെ കഴുകിക്കൊണ്ടിരിക്കുക. കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യും. ഒരു ആഭരണം വാങ്ങിയാൽ കുറേ ദിവസം കഴിഞ്ഞാൽ, കുറേ കാലം കഴിഞ്ഞാൽ അത് മങ്ങി തുടങ്ങിയാൽ അതൊന്ന് കൊണ്ടുപോയിട്ട് മാറ്റും. എന്തിനാണിത് മാറ്റുന്നത്? എന്തിനാണിത് റിഫ്രഷ് ചെയ്യുന്നത്? അതൊന്ന് പുതിയതാക്കാനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈമാനിനെയും ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസവും പുതിയൊരു വ്യക്തിയായി, പുതിയൊരു മുഅ്മിനായി നമ്മൾ മാറുമ്പോൾ ആ ഈമാനിൻ്റെ സുഖം നമുക്ക് കിട്ടും. അതാണ് ഇമാം ഗസാലി റഹിമഹുല്ലാ പറഞ്ഞ സന്ദർഭം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയണത്, ആ പുസ്തകം എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങണം. അത്രയും നല്ലൊരു പുസ്തകമാണ്. ചില ഹദീസുകളുടെ കാര്യത്തിൽ ഒരു സൂക്ഷ്മത കുറവുണ്ട്, അത് നമ്മൾ അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിലും ഒരുപാട് ആലോചനകൾ, ജീവിതത്തെക്കുറിച്ച് വളരെ മൗലികമായ ചിന്തകൾ സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണ്. എല്ലാ ഭാഷയിലും അത് കിട്ടാനുണ്ട്. ആ പുസ്തകം നിങ്ങൾ വാങ്ങിയിട്ട് അതിൽ അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, മരിച്ചുപോയ ആൾക്ക് ഒരു ദിവസമെങ്കിലും ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹം. അങ്ങനെ അള്ളാഹു ഒരു ദിവസമെങ്കിലും ഒരാൾക്ക് ജീവിക്കാനുള്ള അവസരം കൊടുത്തു എന്ന് വിചാരിക്കുക. അയാൾ എന്താണ് ചെയ്യുക? അയാളുടെ ഭാര്യയുടെയും മക്കളുടെ അടുത്തേക്ക് കൂടെയല്ല ചെയ്യുക. പിന്നെ അയാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് ചെയ്യുക, അമൽ സ്വാലിഹത്ത് ചെയ്യും. കാരണം എന്താണ്? അയാൾക്ക് മനസ്സിലായി അതുകൊണ്ടേ കാര്യമുള്ളൂ, അയാൾക്ക് മനസ്സിലായി അതുകൊണ്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായി എന്നർത്ഥം. അങ്ങനെ ജീവിതത്തിൻ്റെ ഈ ചെറുപ്പത്തെ ഈ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്നർത്ഥം. അള്ളാഹു നമ്മുടെ പ്രയാസമുള്ള സമയത്ത് നമുക്ക് തുണക്കുണ്ടാകണമെങ്കിൽ നല്ല കാലത്ത് അള്ളാഹിനെ നമ്മൾ ആലോചിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നല്ല കാലത്ത് നമ്മൾ അള്ളാഹിനെ ആലോചിക്കാതെ നടന്നാൽ നമുക്കൊരു പ്രയാസം വരുമ്പോൾ പടച്ചുണ്ടാവില്ല. എത്ര ഉണ്ട് നമ്മൾ പറഞ്ഞാലും അള്ളാഹ് ഉണ്ടാവില്ല. കാരണം എന്താണ്? നല്ല കാലത്ത് ആ അള്ളാഹു എന്ന പ്രതീക്ഷ നമുക്കില്ലാതെ പോയി, അള്ളാഹു എന്ന പേടി നമുക്കില്ലാതെ പോയാൽ ആപത്തുള്ള കാലത്ത് പടച്ചോ നിൻ്റെ കൂടെ ഉണ്ടാകൂലടോ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ATM ന്ന് നമുക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ പൈസ ഉള്ള കാലത്ത് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കണം. പൈസ ഉള്ള കാലത്ത് ബാങ്കിൽ നിക്ഷേപിച്ചാകെ പൈസ ഇല്ലാത്ത കാലത്ത് ATM എന്നത് വലിക്കാൻ കഴിയുള്ളൂ. എന്നതുപോലെ നല്ല കാലത്ത് അള്ളാഹുവിന് നമ്മൾ കുറേ നിക്ഷേപങ്ങൾ കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമയവും സന്ദർഭവും പണവും ഒക്കെ ആ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണ്. അങ്ങനെ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പണമില്ലാത്ത പ്രയാസമുള്ളൊരു കാലം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. അന്ന് അള്ളാഹു നമുക്ക് കൂട്ടിനുണ്ടാവും. നമുക്ക് തരാൻ ഒരുപാട് ATMകൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഒരുപാട് വഴികൾ നമ്മൾ വിചാരിക്കാത്ത വിധം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് സൂറത്തു തലാഖിൽ പറഞ്ഞത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവർക്ക് അള്ളാഹു ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. മഖ്റജ്, എക്സിറ്റ് ഉണ്ടാക്കി കൊടുക്കും. ഇതല്ല പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറഞ്ഞത്, ഇന്നി ലഅലമു ആയ ലൗ അഖദഹന്നാസു ബിഹാ ലകഫത്തുഹും. എനിക്കൊരായത്തറിയാം, ആ ആയത്തെങ്ങാനും ആളുകൾ വേണ്ട വിധം മനസ്സിലാക്കിയാൽ അവർക്കത് മതി. എല്ലാ ആയത്തും അവർ പഠിക്കേണ്ട ആ ആയത്ത് മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് ഓതിയത്. ഏത്? വമൻ യത്തഖില്ലാഹ. അള്ളാഹനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മഖ്റജ. അവരെടങ്ങേറാവില്ല. അവരെവിടെ ഇടങ്ങേറാവാതെ അവരെ അള്ളാഹു വളർത്തിക്കൊണ്ടുവരും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതേസമയം നമ്മൾ സ്വയം അങ്ങനെ ആവുകയും നമ്മുടെ ബന്ധങ്ങളൊക്കെ അങ്ങനെ ആവുകയും ചെയ്യണം.
ഇപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനമാണല്ലോ. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്വയം സമാധാനമുള്ളവരാവുകയും നമ്മളെ കൊണ്ട് വേറുള്ളവർക്ക് സമാധാനം ഉണ്ടാവുക എന്നാണ്. അത് നമ്മുടെ ഉമ്മ ആവട്ടെ, ഉപ്പയാവട്ടെ, കുടുംബങ്ങളാവട്ടെ, അയൽപ്പക്കക്കാരാവട്ടെ, നാട്ടുകാരാവട്ടെ, നമ്മളറിയുന്ന ആരാകട്ടെ, അവർക്കൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് സമാധാനമാണ് കിട്ടേണ്ടത്. നമ്മുടെ ഉമ്മാക്ക് നമ്മളെക്കുറിച്ചൊരു പരാതി പറയേണ്ടി വരരുത്. എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഇണക്ക് എന്നെക്കുറിച്ചൊരു പരാതി പറയേണ്ടി വരരുത്. എൻ്റെ കുടുംബങ്ങളാവട്ടെ, എൻ്റെ സുഹൃത്തുക്കളാവട്ടെ, എല്ലാവർക്കും എന്നെക്കുറിച്ച് നല്ലത് മാത്രം പറയാൻ കഴിയുക എന്നുള്ളതാണ് ഈമാൻ. നമ്മളെക്കുറിച്ചൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഇങ്ങോട്ട് വരുന്നതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഒരു പൊന്നാനിയിലുള്ള ഒരു കുടുംബമുണ്ട്. പൊന്നാനി എന്ന് പറഞ്ഞത് അതുമായി സമീപമുള്ളൊരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ഒരു ഉമ്മ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയാണ്. ആ അമ്മയോട് എനിക്ക് വളരെ നല്ല ബന്ധമുണ്ട്. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. അത്രയും നല്ല ഒരു ബന്ധമുള്ള ആ ഉമ്മ ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, മോനെ, ആ ഉമ്മയുടെ മോൻ്റെ പേര് നമ്മൾ തൽക്കാലം റഫീഖ് എന്ന് കൂട്ടുക. റഫീഖ് അല്ല, വേറൊരു പേരാണ്. ഞാൻ സംഗതി പറയാൻ വേണ്ടി പറയാം. മോനെ, റഫീഖ് ഗൾഫിൽ നിന്ന് വന്നിരുന്നു, നീ അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. ആ, ഞാൻ അറിഞ്ഞിരുന്നു, അവൻ വിളിച്ചിരുന്നു എന്ന്. മോനെ, അവൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയത് നീ അറിഞ്ഞോ ചോദിച്ചു. ഇല്ല, ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് ആ ഉമ്മ പറഞ്ഞു, മോനെ, എന്നോടും പറഞ്ഞിട്ടില്ല എന്ന്. ആ ഉമ്മയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കും. അവൻ എന്നോടും പറഞ്ഞിട്ടില്ല. അവൻ ഗൾഫിലേക്ക് തിരിച്ചു പോയത് എന്നോട് പറഞ്ഞില്ല. അവനൊരു കല്യാണം കഴിച്ചതോടുകൂടി അവനാകെ മാറിപ്പോയി. അവൻ എന്നെ വേണ്ട മോനെ, അവനെ വളർത്തിക്കൊണ്ടുവന്നതൊക്കെ ഞാനാണ്. ഉപ്പയില്ലാതെയാണ് അവന് വളർന്നത്. എൻ്റെ ജീവിതം മുഴുവൻ അവന് വേണ്ടിയായിരുന്നു. അവനാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ ആ ഉമ്മ കരഞ്ഞു പറയാണ്. മോൻ അവന് ഒന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ അവനെ വിളിച്ചു, അവൻ്റെ പ്രശ്നങ്ങൾ ചോദിച്ചു. അവൻ്റെ പ്രശ്നങ്ങൾ അവന് കുറേ പറയാനുണ്ട്. ഉമ്മാക്കും ഉമ്മയുടെ കൂടെ അവൻ്റെ പെങ്ങന്മാരുണ്ട്, ആ പെങ്ങന്മാർക്ക് കുറേ സംഗതി പറയാനുണ്ട്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. നല്ല ഒരു കുടുംബമായിരുന്നു. കുടുംബങ്ങളെല്ലാം ആ കുടുംബത്തെക്കുറിച്ച് നല്ലതേ പറഞ്ഞുള്ളൂ. മാതൃകാ കുടുംബം എന്നുപോലെ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്രയും നല്ല കുടുംബമായിരുന്നു. പക്ഷേ ആ കുടുംബത്തിൽ ചെറിയ ചെറിയ ചില്ലറ പ്രശ്നങ്ങൾ വന്ന് ഇന്ന് ആ കുടുംബം ആകെ തരിപ്പണമായി. ഒന്നും ചെയ്യാൻ കഴിയാതെ രണ്ട് അഗ്രങ്ങളിലേക്ക് തെറിച്ചുപോയി. ഇതൊരു ചരിത്രം. എന്നാൽ ഇതുപോലെ തന്നെ ഒരു ഉമ്മയുടെയും മകൻ്റെയും ചരിത്രം കഴിഞ്ഞ മാസം കുവൈത്തിൽ നിന്ന് കേട്ടു. അവിടെ ഒരു മോന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവനെ കാണുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ്. അവന് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് അവൻ കൂടുതലും സംസാരിക്കുന്നത് ഉമ്മയെക്കുറിച്ചാണ്. ആ ഉമ്മയെക്കുറിച്ച് പറഞ്ഞ് അവൻ പറഞ്ഞു, ഞങ്ങളുടെ ഉപ്പ മരിച്ചതിന് ശേഷം ഉമ്മയാണ് ഞങ്ങളെല്ലാവരെയും വളർത്തിയത്. ഉപ്പ ഒന്നും വരുമാനമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. കുറച്ച് നാളികേരങ്ങളായിരുന്നു വരുമാനം. ആ നാളികേരം എടുത്തിട്ട് ഉമ്മ സ്വരുക്കൂട്ടി വെക്കും. അങ്ങനെ വിറ്റിട്ട് ഞങ്ങളെ വളർത്തും. അതിൽ നിന്ന് തന്നെ പാവങ്ങൾക്കെല്ലാം കൊടുക്കും. എല്ലാ ആളുകളെയും നോക്കും. അങ്ങനെ പതുക്കെ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. എല്ലാ ആളുകളും ഓരോ സ്ഥലത്തെത്തി, നല്ല ഒരവസ്ഥയിലെത്തി. സാമ്പത്തികമായിട്ടൊക്കെ നല്ലൊരവസ്ഥയിലെത്തി. ഞാൻ ചെറിയ മോനായതുകൊണ്ട് ഞാനായിരുന്നു ഉമ്മയുടെ ചികിത്സാ കാര്യങ്ങളെല്ലാം നോക്കി കൊണ്ടുവന്നത്. പക്ഷേ അതിനിടയ്ക്ക് ഉമ്മയ്ക്ക് മാരകമായൊരു അസുഖം വന്നു. ക്യാൻസർ വന്നു. അങ്ങനെ ക്യാൻസർ വായിച്ചാൽ ഉമ്മയെ എങ്ങനെയെങ്കിലും അത് അറിയിക്കാതെ കൊണ്ടു നടക്കരുതെന്ന് എൻ്റെ ഒരു വലിയ പ്രയാസം. ഉമ്മ അതറിയരുത്. നാട്ടുകാരെല്ലാം ഇത് അറിഞ്ഞു കഴിഞ്ഞു. എല്ലാവരും വീട്ടിലേക്ക് ഓടിക്കൂടാൻ തുടങ്ങും. അതുകൊണ്ട് ഉമ്മ വീട്ടിലില്ല എന്ന് പോലും ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു. ഉമ്മയുടെ അടുത്ത് നിന്ന് ഇത് മറച്ചു വെക്കാൻ വേണ്ടി. അങ്ങനെ ഉമ്മയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു, കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നു. കോഴിക്കോട്ടേക്ക് നിന്ന് പല ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. പിന്നെ തിരുവനന്തപുരത്ത് മാസങ്ങൾ അവിടെ, പിന്നെ ഇങ്ങോട്ട് കീമോതെറാപ്പിക്ക് വേണ്ടിയുള്ള അലച്ചിൽ യാത്രകൾ. ഒരു ദിവസം ട്രെയിനിൽ വെച്ച് ഉമ്മയുടെ കാല് പഴുത്ത് ഉമ്മക്ക് വലിയ പ്രയാസങ്ങളുണ്ടായി. ആ പ്രയാസമാണ് മരണത്തിലേക്ക് പോലും പെട്ടെന്ന് എത്തിച്ചത് എന്ന് ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ ഈ മോൻ പറഞ്ഞതിൻ്റെ ഇടയിൽ ഒരു സംഭവം പറഞ്ഞു. ഉമ്മ കാല് മുറിച്ചു മാറ്റി. ഈ അസുഖം വല്ലാതെ ആയപ്പോൾ കാല് മുറിച്ചു മാറ്റി. അങ്ങനെ കാല് മുറിച്ചു മാറ്റിയതിന് ശേഷം ഉമ്മയെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയത് എടുത്തിട്ടാണ് ഞാൻ കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഉമ്മയെ ബാത്റൂമിലേക്ക് അവിടെ ഇരുത്തിയതിന് ശേഷം ഞാൻ പുറത്തേക്ക് വന്നിട്ട് വാതിൽ ചാരിയിട്ട് അവിടെ അങ്ങനെ നിൽക്കും. രാത്രിയാകുമ്പോൾ ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോകും. അങ്ങനെ ഉറങ്ങിപ്പോകുമ്പോൾ ഉമ്മ എന്നെ ഉണർത്താൻ എന്താ ചെയ്യാന്നറിയാം. ഉമ്മ കുറേ വിളിച്ചു നോക്കും. വിളിക്കാൻ ഉമ്മക്ക് ചിലപ്പോൾ കഴിയില്ല, ശബ്ദം ഉണ്ടാവില്ല. ഇവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ട്, തൊണ്ടയിലൊക്കെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഉമ്മ എന്താ ചെയ്യുന്നറിയും, ഒരു കോപ്പ് എടുത്തിട്ട് വാതിലിലേക്ക് എറിയും. വാതിലിലേക്ക് കോപ്പ് എറിയുമ്പോൾ ശബ്ദം ഉണ്ടാകുമ്പോഴാണ് ഞാൻ ചെന്ന് നോക്കുന്നത്. അങ്ങനെയായിരുന്നു ഉമ്മ. ഒരു ദിവസം ഉമ്മയെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ വീണുപോയി. രാത്രി ഞാൻ കാല് തന്നെ വീണു. അങ്ങനെ കാല് തന്നെ വീണിട്ട് ഞാൻ ആകെ പേടിച്ച് കരഞ്ഞു പോയി. എൻ്റെ ഉമ്മാക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന്. പക്ഷെ എൻ്റെ ഉമ്മാക്ക് ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു.
ഉമ്മയെ ഞാൻ വേഗം കിടക്കയിലേക്ക് കിടത്തി. അവൻ നോക്കുമ്പോൾ എൻ്റെ ഇവിടെ കാലൊക്കെ നനവ് തോന്നുന്നുണ്ട്. അങ്ങനെ വസ്ത്രം നോക്കുമ്പോൾ ലുങ്കി ആകെ ചോരയാണ്. കാരണം ഞാൻ പൊന്തിച്ച് നോക്കുമ്പോൾ എൻ്റെ തുടയിൽ നിന്നൊരു ചീന്തി പോയിട്ടുണ്ട്. എവിടെയോ തട്ടിയിട്ട് ആ തുടയിൽ നിന്ന് തോല് ചീന്തിയാണ് പോയിട്ടുണ്ട്. എങ്ങനെ ഇത് ഉമ്മയിൽ നിന്ന് മറച്ചു വെക്കാമെന്നാണ് ഞാൻ പാടുപെട്ടത്. എനിക്ക് ആ വേദനയുടെ അല്ലെങ്കിൽ ആ മുറിവിൻ്റെ വേദനയായിരുന്നില്ല, ഉമ്മതറിഞ്ഞാൽ എന്താകുമെന്ന് വേദനയായിരുന്നു. നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഇപ്പം തന്നെ ഉണ്ട്, ഇതുകൂടി ഒരു പ്രയാസമാവും. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല, വേഗം അത് കെട്ടിവെച്ചു. അങ്ങനെ തുണി കൊണ്ട് മെല്ലെ അത് കെട്ടിവെച്ചു. ആശുപത്രിയിലേക്ക് പോയാൽ അത് വലിയൊരു കെട്ടായി മാറും, അത് ഉമ്മ കാണും. ആ ഒരു പ്രശ്നം നടന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ മരിച്ചുപോയി. ആ ഉമ്മ മരിച്ചു പോയതിന് ശേഷമാണ് ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കെട്ടിയത്. എന്നിട്ട് അവൻ പറഞ്ഞു, എൻ്റെ ഉമ്മ ഒരു പ്രയാസങ്ങളില്ലാതെ സമാധാനത്തോടുകൂടി മരിച്ചുപോയി. മക്കളെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും നല്ലത് മാത്രം ആലോചിച്ച് നല്ല മനസ്സോടുകൂടി എൻ്റെ ഉമ്മ തിരിച്ചുപോയി. 2 മക്കൾ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ മാത്രം സ്വാധീനിച്ചാൽ പോരാ, നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ബന്ധങ്ങൾ ഇവരൊക്കെ സ്വാധീനിക്കണം. നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാലോ, ഇണയും തമ്മിലുള്ള ബന്ധം പൊരുത്തക്കേടുണ്ടായാൽ അള്ളാൻ്റെ തൃപ്തി കുറയും. ഒരു സ്ത്രീ മരിച്ചുപോയി, ആ മരിച്ചുപോയ ഭാര്യയെക്കുറിച്ച് ഭർത്താവിന് നല്ലത് മാത്രമേ പറയാനുള്ളൂ, എങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിലാണെന്നാണ് പറയുന്നത്. ആ പെണ്ണ് സ്വർഗത്തിലാണ്. കാരണം അവൾ ഈ ലോകത്ത് ആരെയാണോ തൃപ്തിപ്പെടുത്തേണ്ടത് അയാൾ തൃപ്തനാണ്. ആരാണോ ഈ ലോകത്ത് അവളെക്കുറിച്ച് നല്ലത് പറയേണ്ടത് അവൻ അവളെക്കുറിച്ച് നല്ലതാണ് പറയേണ്ടത്. ഇത് ഭാര്യയ്ക്ക് മാത്രം ബാധകമായതല്ല, ഭർത്താവിനും ബാധകമായതാണ്. ഒരു ഭർത്താവ് മരിച്ചു പോവുകയോ അകന്നു പോവുകയോ ചെയ്യുമ്പോൾ അയാളെക്കുറിച്ച് ഈ ഭാര്യയ്ക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഒരു പരാതി പറയാനില്ല, ഒരു പരിഭവം പറയാനില്ല, അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയാനില്ല. വേറെ ആരെങ്കിലുമൊക്കെ കൂടുതൽ പരിഗണിച്ച് എന്നെ പരിഗണിക്കാതെ പോയല്ലോ എന്നുള്ളൊരു പരാതിയില്ല, എന്നെ നോക്കേണ്ടതുപോലെ നോക്കിയില്ലല്ലോ എന്നുള്ളൊരു പരാതിയില്ല. ഇങ്ങനെ ഒരു പരാതിയും പറയാനില്ലാതെ നല്ല ഒരു ഭാര്യയെ ബാക്കിയാക്കിക്കൊണ്ടാണ് ഒരാൾ ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞു പോകുന്നതെങ്കിൽ അയാൾക്കും ഇതാണ് കിട്ടാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്വർഗവും നരകവുമാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുറേ ബന്ധങ്ങൾ അതിലെല്ലാവരും ഉണ്ട്. നമ്മൾ ഒരൊറ്റ നിമിഷം കാണുന്ന ആൾ പോലും നമ്മുടെ സ്വർഗവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അയാളോടൊന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് നമ്മുടെ ദീനിയായിട്ടുള്ള ബാധ്യതയാണ്. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ സ്വർഗവുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുണ്ട്. എൻ്റെ സ്വർഗമാണത്. അവരോട് ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ സ്വർഗത്തെയാണിത് ബാധിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട ബാധ്യത ചെയ്യാതെ പോയാൽ അത് എനിക്കാണ് കേട്, ഓർക്കല്ല കേട് എന്നൊരു ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഴുവൻ മേഖലകളും ഈ ഈമാനിനാൽ സ്വാധീനിക്കപ്പെടും. അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നവരായി തീരാൻ കരുണാവാരിധിയായ നാഥൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തിന്മകളിൽ നിന്ന് നാഥ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. നിൻ്റെ അടുത്ത് നിന്ന് അകന്ന് പിശാചിലേക്ക് വഴിപ്പെട്ട് ചെയ്തു പോയ എല്ലാ പാപങ്ങളും രഹസ്യവും പരസ്യവുമായി ചെയ്ത തിന്മകളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. അല്ലാഹുവേ, നീ എന്ന വിചാരത്തോടുകൂടി നന്മകൾ ചെയ്ത് ആരും കാണുവാനോ അറിയുവാനോ അംഗീകരിക്കുവാനോ ഉള്ള മനസ്സോടുകൂടിയല്ല, നീ കാണണം, നീ അംഗീകരിക്കണം, നിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടണമെന്ന ആ ഒരൊറ്റ നീയത്തോടുകൂടി മുന്നേറാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യണമേ. സ്വർഗത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നാഥ. നിൻ്റെ സ്വർഗം സത്യമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. നിൻ്റെ പരലോകം സത്യമാണ് എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആ സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തുകയും ആ പരലോകത്ത് വെച്ച് ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുന്നവരാക്കി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അമലുകൾ കൊണ്ട് ഞങ്ങൾ വിജയികളായി തീരുന്ന ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യത്തിലേക്ക് നീ ഞങ്ങളെ നടത്തണമേ രക്ഷിതാവേ. അല്ലാഹുവേ, തെറ്റുകൾ കുമിഞ്ഞു കൂടുന്ന ചുറ്റുപാടാണ് ചുറ്റുമുള്ളത്. ആ ചുറ്റുപാടിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും രക്ഷിച്ചെടുക്കാനുള്ള ശക്തമായ ഈമാൻ, നിന്നിലുള്ള വിശ്വാസത്തിൻ്റെ കരുത്ത് അനുഭവിക്കുന്നവരായി ഞങ്ങളെ നീ മാറ്റണമേ. ഞങ്ങളിൽ നിന്ന് പ്രയാസപ്പെടുന്നവർക്ക് സമാധാനം നൽകണമേ. മരിച്ചു പോയിട്ടുള്ളവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.